ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വി എസ് എന്ന് പറഞ്ഞാൽ പരുക്കനല്ല. മുഖ്യമന്ത്രി ഓഫീസിൽ നമ്മൾ പല ആവശ്യത്തിനും പോയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി വകുപ്പിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പരുക്കനൊന്നുമല്ല. ഈ മുഖ്യമന്ത്രിയായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ മുഖ്യമന്ത്രി സ്വഭാവത്തിൽ പരുക്കനല്ല, പക്ഷേ അകത്ത് ഒരുപാട് പരുക്കുള്ള ആളാണ്. പരുക്കൻ ഇതാണ്, പ്രവൃത്തിയിലൊക്കെ ഒരുപാട് പരുക്കുള്ള. അപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ പദത്തിന് പോയല്ലോ, ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അതേസമയം ഇപ്പുറത്ത് പറഞ്ഞത് കൊലം കുത്തി എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹവും കമ്മ്യൂണിസം അല്ലേ പറയുന്നത്. ഇപ്പോൾ മാർക്സിസവും മാവോയിസവും നക്സലിസവും ഒക്കെ അതിൻ്റെ തീവ്രത കൊണ്ട് നമുക്ക് എതിർക്കാം. അവർ വലിയ തീവ്രമാണ്. പക്ഷേ ആശയം കൊണ്ട് അവരെ എതിർക്കുന്നത് എങ്ങനെ? അവർ നല്ലൊരു ലോകത്തിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അതിൻ്റെ തീവ്രത കൊണ്ട് നമുക്ക് എതിർക്കാം. പക്ഷേ ഇതാണ് വിഷയം. അപ്പോൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് ഒരു എന്താ പറയുക, വി എസിന് അംഗീകാരം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല. കിട്ടിയ സമയത്ത് കാലം മാറിപ്പോയി. പക്ഷേ എങ്കിലും ഇത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷത്തായി ഒരുപാട് ആളുകളായി. അതുകൊണ്ട് കൊള്ളാം. എന്തായാലും സഖാവ് പോയി എന്ന് പറയും. നമ്മൾ പറയുമ്പോൾ അങ്ങനെ സഖാവ് മരിച്ചു പോയെന്ന് പറയുമല്ലോ. എന്തായാലും പക്ഷേ ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ആശയത്തിന് എന്ത് സംഭവിച്ചു? ഒരു വാക്ക് ലാസ്റ്റിലൊരു വാക്ക് പറഞ്ഞാൽ, നേരത്തെ ഇപ്പോൾ സുഗതകുമാരി ടീച്ചർ ഇങ്ങനെയുള്ള എല്ലാവരും പോയതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ പറയുന്ന സർവതന്ത്ര സ്വതന്ത്രമായി പരിസ്ഥിതി, സ്ത്രീ, ദളിത് എല്ലാം എന്തിനെ ആക്രമിച്ചാലും ഒരു ശബ്ദം ഇല്ല എന്നുള്ളൊരു കുറവ് ഒരുപാട് പേര് പോയല്ലോ. എം പി വീരേന്ദ്രകുമാർ, പിന്നെ സുകുമാർ അഴീക്കോട്, ഈ അച്യുതാനന്ദൻ, അതിൽ അവസാനം അച്യുതാനന്ദൻ, സുഗതകുമാരി ടീച്ചർ, ഏത് മേഖല എടുത്താലും ഇനി ഒരാളില്ല അങ്ങനെ. പരിസ്ഥിതി രംഗത്തുമില്ല, പൊളിറ്റിക്കൽ രംഗത്തുമില്ല. അരുതേ എന്ന് പറയാനൊരാൾ ഇല്ല.